നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകപ്പെട്ട വിഷയം പഹൽഗാം ആക്രമണത്തിൽ ജമാഅത്തെ ഇസ്ലാമി അപലപിച്ചില്ലെന്ന എം.വി. ഗോവിന്ദന്റെ പ്രസ്താവനയായിരുന്നു. വലിയ പ്രതിഷേധമുയർന്നു. പ്രതിപക്ഷം അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയുണ്ടായി. മതസംഘടനകൾ വിഷയത്തിൽ അഭിപ്രായങ്ങൾ പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ അതിലൊരു മലക്കം മറിച്ചിൽ CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ നടത്തുകയും ചെയ്തു. ദാവൂദ് സാർ, ഇവിടെ നേരത്തെ സംഘപരിവാറാണ് ഇത്തരത്തിലുള്ള നരേറ്റീവ്സൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഈ ഗോവിന്ദൻ്റെ ആ പരാമർശം അത് ആ ഉപതെരഞ്ഞെടുപ്പിൽ മാത്രം നിൽക്കുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രമുള്ളൊരു പരാമർശമായി കാണണോ? ഭാവിയിലേക്ക് ഏതു തരത്തിലായിരിക്കും ഇടതുപക്ഷത്തിനത് ദോഷം ചെയ്യുന്നത്? ഈ പഹൽഗാം സംഭവത്തെ മുൻനിർത്തിയിട്ട് പഹൽഗാമിൽ സംഭവിച്ചത് TRF എന്ന് പറയുന്ന ഒരു കാശ്മീർ വിഘടനവാദ പ്രസ്ഥാനം, അവിടെയുള്ള ടൂറിസ്റ്റുകൾ വെടിവെച്ച് വന്ന സംഭവമാണ്. പക്ഷെ അതിനെ മുൻനിർത്തി ഇന്ത്യൻ മുസ്ലിങ്ങളെ സംശയനയിൽ നിർത്തുക എന്നുള്ളൊരു നിലപാട് ഇന്ത്യയിൽ വ്യാപകമായി സ്വീകരിച്ചത് സംഘപരിവാറാണ്. സംഘപരിവാറിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളാണെങ്കിലും അതിൻ്റെ നേതാക്കന്മാരുടെ പ്രഭാഷണങ്ങളാണെങ്കിലും അവരുമായി ബന്ധപ്പെട്ട ഈ റൈറ്റ് വിങ് ടെലിവിഷൻ ചാനലുകളൊക്കെ സ്വീകരിച്ചൊരു സമീപനമാണത്. അതേ സമീപനം നിലമ്പൂരിൽ CPM സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടതും. ഗോവിന്ദൻ മാഷ് ആദ്യം ഒരു പ്രസ്താവന നടത്തുന്നു, ജമാഅത്തെ ഇസ്ലാമി ആണ് അതിൽ അതിനെ അപലപിക്കാത്ത ഏക സംഘടന. അപ്പോൾ അതിൽ ഇദ്ദേഹത്തിന് വക്കീൽ നോട്ടീസ് അയക്കുമെന്ന് ജമാഅത്ത് ഇസ്ലാമി പറയുന്നു. അതിനുശേഷം അദ്ദേഹത്തോട് അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ചത് കശ്മീരിൽ നടന്ന പ്രതിഷേധ പ്രകടനങ്ങളിൽ പങ്കെടുത്തില്ല എന്നുള്ളതാണ് എന്ന് പറഞ്ഞു. അതിന് ഒന്ന് മാറ്റിപ്പിടിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ തൊട്ടടുത്ത ദിവസം CPMൻ്റെ തന്നെ നിയന്ത്രണത്തിലുള്ള ടെലിവിഷൻ ചാനൽ DYFIയുടെ നേതാവ് അരുൺകുമാർ പറയുന്നത് പഹൽഗാം ആക്രമണത്തെ പിന്തുണച്ച ഇന്ത്യയിലെ ഏക പാർട്ടി ജമാഅത്ത് ഇസ്ലാമിയാണെന്നുള്ളതാണ്. അതിഗുരുതരമായൊരു ആരോപണമാണ്. എന്തിനാണ് ഇത്രയും ഗുരുതരമായ, ഇത്രയും വിദ്വേഷ സ്വഭാവമുള്ള വർഗീയ വിഭജനം സൃഷ്ടിക്കാൻ, നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ പാകത്തുള്ള പ്രസ്താവന നടത്തുന്നതെന്ന് ചോദിച്ചാൽ, അത് 2021 മുതൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ CPM വളരെ ശ്രദ്ധയോടുകൂടി, ഏകാഗ്രതയോടുകൂടി പുലർത്തിപ്പോരുന്ന ഒരു സമീപനം ശ്രദ്ധിക്കണം. അതിൻ്റെ തുടർച്ചയിലാണ് അത് സംഭവിക്കുന്നത്. 2021 ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ടാണ് കോടിയേരി ബാലകൃഷ്ണൻ, പോളിറ്റ് ബ്യൂറോ മെമ്പറും സംസ്ഥാന സെക്രട്ടറിയുമായ കോടിയേരി ബാലകൃഷ്ണൻ വളരെ കുപ്രസിദ്ധമായ ഹസൻ അമീർ കുഞ്ഞാലിക്കുട്ടി സഖ്യം, അതാണ് കേരളം ഭരിക്കാൻ പോകുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് മുസ്ലിം ലീഗും കോൺഗ്രസും ജമാഅത്ത് ഇസ്ലാമിയും ചേർന്നൊരു സഖ്യമാണ് ഭരിക്കാൻ പോകുന്നത് എന്നൊരാശയം പറയാനാണ് അദ്ദേഹം ഇത് പറഞ്ഞതെങ്കിൽ അദ്ദേഹത്തിന് KPCC പ്രസിഡൻറ്റിൻ്റെ പേര് എടുക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം ബോധപൂർവം ഹസൻ എന്ന പേര് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഹസൻ അമീർ കുഞ്ഞാലിക്കുട്ടി സഖ്യമാണ് കേരളം ഭരിക്കാൻ പോകുന്നത് എന്ന് CPMൻ്റെ നേതാവ് പറയുന്നതിനാണ്. അത് ഹിന്ദു കൺസോളിഡേഷൻ സൃഷ്ടിക്കുക, ഹിന്ദു ഭൂരിപക്ഷത്തെ നോക്കൂ, കേരളത്തിലൊരു മുസ്ലിം ടേക്ക് ഓവർ സംഭവിക്കുകയാണ് എന്ന ഭീതി പടർത്തി ഹിന്ദുക്കളെ ഭയചകിതരാക്കി, ഹിന്ദുക്കളെ രക്ഷിക്കാൻ ഞങ്ങളേ ഉള്ളൂ, ഞങ്ങളുണ്ട് ഇവിടെ എന്ന സന്ദേശം നൽകി ഈ മെജോറിറ്റേറിയൻ പൊളിറ്റിക്സ്, ഭൂരിപക്ഷ വോട്ട് സമാഹരിക്കാനുള്ള തികഞ്ഞ വളരെ പ്രകടമായ വർഗീയ തന്ത്രമായിരുന്നു. ആ ഒരു സമീപനം അത് വർക്ക് ചെയ്തു കിട്ടും. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചെറിയ രീതിയിൽ അവർക്ക് വർക്ക് ചെയ്തു. അപ്പോൾ അത് അന്ന് മുതൽ തുടർന്നു പോരുകയാണ്. നമുക്ക് നേരത്തെ 2011 തെരഞ്ഞെടുപ്പിൽ VS അച്യുതാനന്ദൻ കുഞ്ഞുമാണി കുഞ്ഞാലിക്കുട്ടി സഖ്യമാണ് കേരളം ഭരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ UDF ജയിച്ചാൽ ഭരിക്കാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട്. അവിടെ പക്ഷേ മുസ്ലിം ക്രിസ്ത്യൻ എന്ന ഒരു കുഞ്ഞുമാണി കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുമ്പോൾ അതൊരു മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ചേർന്നൊരു ഏർപ്പാടാണ്. നമ്മൾ ഹിന്ദുക്കൾ ഒന്നിക്കണം എന്ന സന്ദേശമാണ് നൽകുന്നത്. പക്ഷേ 2021 അത് ഈ ക്രിസ്ത്യാനികൾ മാറ്റി നിർത്തപ്പെട്ട് ഇത് മുസ്ലിങ്ങളുടെ മാത്രം ഏർപ്പാടാണ് UDF എന്നൊരു സന്ദേശം നൽകാനാണ് ശ്രമിച്ചത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയിലാണ് പിന്നെ നടന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം CPM ഏറ്റവും അധികം ശ്രദ്ധിച്ചത് എന്തിനാണ്? ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട്, വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു നറേറ്റീവ് ഉണ്ടാക്കി വ്യാപകമായ പ്രചാരണം നടത്തുക എന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് CPM നേതാക്കൾ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്. അതൊരു ചെറിയ സംഘടനയാണ് എന്ന് പറയാറുണ്ട്. ഞങ്ങളൊരു വലിയ സംഘടനയാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ അവകാശപ്പെട്ടതായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ അപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയെ കോർണർ ചെയ്തുകൊണ്ട് നിരന്തരമായി പ്രചാരണം നടത്തുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? നേരത്തെ പറഞ്ഞ ഈ ഭൂരിപക്ഷ വോട്ടുകൾ ഏകീകരിക്കുക. ഭൂരിപക്ഷ വോട്ടുകൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു മുസ്ലിം ഡീമൺ, ഒരു മുസ്ലിം പൈശാചിക ശക്തിയെ സങ്കല്പിച്ചുണ്ടാക്കി അതിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ മുന്നണി പടയാണ് ഞങ്ങളെന്ന ഒരു ഫീലിംഗ് കൊടുത്ത് ഇപ്പുറത്ത് ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകൾ സമാഹരിക്കുക. ഇതാണ് അതിലൂടെ ലക്ഷ്യം വെക്കുന്നത്.
അതുകൊണ്ടാണ് നിലമ്പൂരിൽ നിലമ്പൂരിൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് കഴിഞ്ഞാൽ CPM നേതാക്കന്മാർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വിജയരാഘവനാണെങ്കിലും MV ഗോവിന്ദനാണെങ്കിലും അവരൊരു ദിനചര്യ എന്ന പോലെ എല്ലാ ദിവസവും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പറയുന്നതിൽ ഒരു പോയിന്റിലാണ്, അതാണ് ഒരു റെഡ് ലൈൻ കടന്നുകൊണ്ട് പെഹൽഗാം ആക്രമണത്തിൻ്റെ വിഷയം പോലും എടുത്തിട്ട്, പെഹൽഗാം ആക്രമണം എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാരെ വൈകാരികമായി സ്പർശിക്കുന്നൊരു കാര്യമാണ്. അങ്ങേയറ്റം ഭീകരമായൊരു ആക്രമണമായിരുന്നു. അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച, അതിനെ പിന്തുണച്ച ഏക സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി. ആ ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ കൂടെയാണ് UDF എന്ന് പറയുമ്പോൾ അതിലൂടെ ഈ പറയുന്ന ഭൂരിപക്ഷ വിഭാഗത്തിനിടയിൽ ഒരു ഭീതി ജനിപ്പിച്ച് വോട്ട് സമാഹരിക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യുന്നത്. ഇത് ഒരു ഇടതുപക്ഷ പാർട്ടിയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളതാണ് ഇതിൽ സങ്കടകരമായുള്ള കാര്യം. ഇങ്ങനെ ഭൂരിപക്ഷ വോട്ടുകൾ സമാഹരിച്ച് അധികാരം നിലനിർത്താൻ പറ്റുമെന്നാണ് അവർ ആലോചിക്കുന്നത്. ഈ തന്ത്രം പല രീതിയിൽ പല സന്ദർഭങ്ങളിൽ പയറ്റിയിട്ടുണ്ട്. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് അതിൻ്റെ ഭാഗമായിരുന്നു. നോക്കൂ, കാഫിർ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത് അത്രയും വർഗീയ സ്വഭാവമുള്ള ഒരു പ്രചരണ ആയുധം കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ പോലും BJP പോലും ഉപയോഗിച്ചിട്ടില്ലാത്ത അങ്ങേയറ്റം വർഗീയ സ്വഭാവമുള്ള ഒരു പ്രചരണായുധം വടകരയിൽ അവർ ഉപയോഗിക്കുന്നു. അതിൻ്റെ ആദ്യ പ്രചാരകയായി അവരുടെ തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗമായ മുൻ MLA ആയ KK ലതിക മാറുന്നു. ആ കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ അത് പ്രതിസ്ഥാനത്ത് വന്ന DYFI നേതാവിനെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ റാലി, DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് A റഹീം തന്നെ അതിൻ്റെ ഉദ്ഘാടകനായി മാറുന്നു. പക്ഷെ അതൊരു പാർട്ടി പ്രോജക്റ്റായിരുന്നു. അത് വെറുതെ എവിടെയോ സംഭവിച്ചു പോയതല്ല. അത് വളരെ ഡിസൈസീവായിട്ടുള്ള ഒരു പാർട്ടി പദ്ധതിയായിരുന്നു. അതിലൂടെ ഭൂരിപക്ഷ വോട്ടുകൾ സമാഹരിക്കുക, ഷാഫി പറമ്പലിൻ്റെ തോൽവി ഉറപ്പാക്കുക എന്നുള്ളതായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് പിന്നീട് നടന്ന സംഭവങ്ങൾ. അപ്പോൾ നിലമ്പൂരിലെ കാഫിർ സ്ക്രീൻഷോട്ടാണ് പെഹൽഗാം എന്ന് പറയുന്നത്. നോക്കൂ, ഇവർ പെഹൽഗാം ആക്രമണത്തിന് പിന്തുണ കൊടുത്ത ആളുകൾ അവരാണ് ഇവിടെ മത്സരിക്കുന്നത്, അവർക്ക് വേണ്ടിയാണ് UDF വോട്ട് ചോദിക്കുന്നത് എന്ന സന്ദേശം നൽകി ഭീതി പരത്തി വർഗീയ വോട്ടുകൾ സമാഹരിക്കാനുള്ള അങ്ങേയറ്റം കുടലമായിട്ടുള്ളൊരു തന്ത്രമാണ്. പക്ഷേ വടകരയിലും പാലക്കാട്ടുമൊക്കെ അത് ഗുണം ചെയ്തിട്ടില്ല എന്നുള്ള ഒരു അനുഭവം CPM-ന് മുന്നിൽ ഉണ്ടാകണം. നഫൽക്ക, ഇത് വേണ്ട രീതിയിൽ ആ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ UDF-ന് അവിടെ സാധിച്ചു എന്നാണ്. അതായത് ലക്ഷ്യം വെച്ചത് MV ഗോവിന്ദൻ ആരെയാണ് എന്നത് വളരെ കൃത്യമായിരുന്നു. പക്ഷേ അതിനെ അങ്ങനെയാണോ UDF കൈകാര്യം ചെയ്തത്? UDF പ്രത്യേകിച്ച് VD സതീശൻ നേരത്തെയൊക്കെ ജമാഅത്തിൻ്റെ പിന്തുണ അത് അവർ പിന്തുണയ്ക്കുന്നതല്ലേ, നമ്മളെന്ത് ചെയ്യാനാ എന്നുള്ള നിലപാടായിരുന്നെങ്കിൽ ഇത്തവണ കുറച്ചുകൂടി പ്രത്യക്ഷമായി അദ്ദേഹം അത് അംഗീകരിച്ചു കൊണ്ടുള്ള പിന്തുണ സ്വീകരിക്കലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ CPM-ൻ്റെ വിമർശനം കുറച്ച് കടുത്തതുമാണ്. ഈ രീതിയിലുള്ള വിമർശനം നേരത്തെ പാലക്കാട് വടകരയൊക്കെ ഇതുപോലെയുള്ള തന്ത്രങ്ങൾ പയറ്റിയെങ്കിൽ തന്നെയും അതിനേക്കാൾ കുറച്ചുകൂടി കടന്ന വിമർശനങ്ങളും നീക്കങ്ങളുമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് നേരത്തെ ദാവൂദ് സാഹിബ് പറഞ്ഞ പോലെ രാവിലെ എണീറ്റ് വന്നാൽ ആദ്യം ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ 2 വാക്ക് പറയാമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടുള്ള അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ അതൊരു വിമർശന വിധേയമാക്കേണ്ട കാര്യമാണ് എന്ന് തന്നെ കൂട്ടുക. പക്ഷേ അതാണോ ഒരു തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ വിഷയമായി മാറേണ്ടത്? അതല്ലല്ലോ. പക്ഷേ എന്തുകൊണ്ടാണ് CPM പോലുള്ളൊരു പാർട്ടി, വലിയ എന്താ പറയുക, സമഗ്രമായ കാഴ്ചപ്പാടുള്ളൊരു പാർട്ടിയെന്ന് അവകാശപ്പെടുന്നൊരു പാർട്ടി ഒരു ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് അവർ തന്നെ പറയുന്ന ചെറിയ സംഘടനയുമായി ബന്ധപ്പെട്ടുള്ളൊരു വിഷയം ഇത്ര വലിയ വിഷയമായി എന്നും രാവിലെ മുതൽ വൈകിട്ട് വരെ പറയേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ്. നിലമ്പൂരിൽ എന്തൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്? പോട്ടെ, ഈ ജമാഅത്തെ ഇസ്ലാമി വിമർശിക്കുന്ന ഇതിൻ്റെ ഒരു എത്ര ശതമാനം അവർ BJP വിമർശിക്കുന്നുണ്ട്, RSSനെ വിമർശിക്കുന്നുണ്ട്, രാജ്യത്തെ കേന്ദ്രം ഭരിക്കുന്ന മോദിയെ വിമർശിക്കുന്നുണ്ട്. ഇതിലൊന്നും സമയം കണ്ടെത്താതെ ജമാഅത്ത് ഇസ്ലാമിയാണ് ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. യഥാർത്ഥത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടുണ്ടായി എന്നുള്ള ഒരു വിഷയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ വിഷയം അവിടെ ചർച്ച ചെയ്യപ്പെടരുത് എന്നുള്ള ഉദ്ദേശം CPM-നുണ്ട്. ആ ചർച്ച ചെയ്യപ്പെടാതിരിക്കാനുള്ള എന്തൊക്കെ വിഷയങ്ങൾ വേറെ ചർച്ച ചെയ്യാം എന്നുള്ളതാണ് CPM റിസർച്ച് നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒറ്റ വിഷയത്തിൽ തളച്ചിടാൻ വേണ്ടിയുള്ള CPM-ൻ്റെ ഒരു ഗൂഢതന്ത്രമാണ് ശരിക്കും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് മറ്റുള്ളവർ വീണുപോകുന്നു. പലപ്പോഴും UDF പോലും അതിൽ വീണുപോകുന്നു. അൻവറിനെ കൂടെ കൂട്ടാതിരിക്കുകയും അൻവറിനെ മറ്റൊരു വഴിക്ക് ആക്കുകയും ചെയ്യുകയും അതുകൊണ്ട് തന്നെ അൻവർ കൂടെയുണ്ടെങ്കിൽ ഒരുപക്ഷെ അൻവർ എന്തുകൊണ്ട് രാജിവെക്കേണ്ടി വന്നു എന്നുള്ള വിഷയം കൂടുതലായി ചർച്ച ചെയ്യപ്പെട്ടേക്കാം. പക്ഷേ ഇപ്പോൾ അൻവർ ഒറ്റയ്ക്കാണ്. അൻവർ മാത്രമേ ആ വിഷയം പറയാനുള്ളൂ. കോൺഗ്രസ്സുകാർ പോലും ആ വിഷയം പറയാനില്ല, UDF ആ വിഷയം പറയാനില്ല. മറിച്ച് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വരുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് UDF മാറി എന്നുള്ളതാണ് ഒരു പ്രശ്നം. മറ്റൊന്ന് എന്നുള്ളത് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വലിയ ചർച്ച അവിടെ നടക്കുന്നുണ്ട്.
ആ ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നമ്മൾ ഈ മാധ്യമങ്ങളിൽ വരുന്ന ഈ ജമാഅത്തെ ഇസ്ലാമി ചർച്ചയേക്കാൾ ഉപരി ജനങ്ങൾക്കിടയിൽ നടക്കുന്ന വലിയ ചർച്ചകൾ, മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ അവിടുത്തെ വന്യമൃഗശല്യം, ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ വിഷയങ്ങളൊക്കെ കൂടുതലായി ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് എൽ ഡി എഫിന് എതിരാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെയാണ് CPM ഈ തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. ആ രീതിയിൽ അവർ ഒരു പക്ഷേ ആ ഒരു കാര്യത്തിൽ അവർ വിജയിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് എത്രത്തോളം അവർ വിജയിക്കുന്നു എന്നതിന് അടിസ്ഥാനത്തിലായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധി നിർണ്ണയിക്കപ്പെടുക എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ നിലവിലുള്ള അവിടുത്തെ ആളുകളുമായൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, UDF മണ്ഡലം എന്നുള്ള നിലക്ക് അറിയപ്പെടുന്നൊരു മണ്ഡലമായിരുന്നു അത്. അതിന് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ അതിന് മാറ്റം വന്നു കഴിഞ്ഞു. അതിനിടയ്ക്ക് കുറച്ച് മുമ്പും മാറ്റങ്ങൾ ഉണ്ടായി തന്നെയും ആ ഒരു പഴയ നിലയിൽ കൊണ്ടുപോകാനുള്ള ശ്രമം UDFിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചകൾ ഗൗനിക്കാതെ അവർ താഴേക്കിടയിലുള്ള പ്രവർത്തനങ്ങൾ വ്യാപിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ LDF പക്ഷേ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രചാരണ രംഗത്തും വലിയ മുന്നോട്ട് വരാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അവിടെ ഭൂരിപക്ഷ വോട്ട് ഏകീകരിക്കാനൊക്കെ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. മറിച്ച് മറ്റ് വിഷയങ്ങളൊക്കെ അവിടുത്തെ ജനങ്ങൾ ആ കാര്യത്തിലൊക്കെ ബോധവാന്മാരാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്.